ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് ആകാശവാണി പ്രതിനിധി നഹീമ പി. അവതരണം ബിന്ദു വിനോദ്. സംസ്ഥാനത്തുടനീളം ആവേശകരമായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനത്തിൽ എറണാകുളം ജില്ല മൂന്നാമതെത്തി. ആകെ 79.89% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. സമീപകാലത്തെ തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ വോട്ടെടുപ്പാണ് കഴിഞ്ഞുപോയത്. കോഴിക്കോട്, പാലക്കാട് ജില്ലകൾക്ക് പിന്നിലാണ് വോട്ടിംഗ് ശതമാനത്തിൽ എറണാകുളം മൂന്നാം സ്ഥാനത്തെത്തിയത്. ജില്ലയിലെ 14 മണ്ഡലങ്ങളിലായി ആകെ 20,247,000 പേർ വോട്ട് രേഖപ്പെടുത്തി. ജില്ലയിലാകെ 25,03,848 വോട്ടർമാരാണ് ഉള്ളത്. 8 മണ്ഡലങ്ങളിൽ 80% കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തി. ഇതിൽ കുന്നത്തുനാട് മണ്ഡലമാണ് ഒന്നാമത്. 84.09% ഇവിടുത്തെ പോളിംഗ് നില. പെരുമ്പാവൂർ 80.4, ആലുവ 80.78, കളമശ്ശേരി 81.59, പറവൂർ 81.96, വൈപ്പിൻ 80.5, കൊച്ചി 80.33, തൃപ്പൂണിത്തുറ 81.4 എന്നിങ്ങനെയാണ് 80% കടന്ന മറ്റു മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം. ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് അങ്കമാലിയിലാണ്, 75.52%. വ്യാഴാഴ്ച നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലുടനീളം മികവുറ്റ രീതിയിലുള്ള വോട്ടെടുപ്പും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് നടന്നത്. തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കാൻ ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും 9 വീതം ഫ്ളൈയിംഗ് സ്ക്വാഡുകളും സ്റ്റാറ്റിക് സർവെയിലൻസ് ടീമുകളും 24 മണിക്കൂറും നിരീക്ഷണ സജ്ജരായി രംഗത്തുണ്ടായിരുന്നു. ജില്ലയിൽ ആകെ 3148 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉണ്ടായിരുന്നത്. എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഇത്തവണ AI ഇന്റഗ്രേറ്റഡ് വെബ്കാസ്റ്റിംഗ് സംവിധാനമാണ് ഒരുക്കിയിരുന്നത്. കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിൽ സജ്ജീകരിച്ച കൺട്രോൾ റൂമിൽ ഓരോ നിയോജക മണ്ഡലത്തിനും 3 ടെലിവിഷനുകളും ലാപ്ടോപ്പുകളും വീതമാണ് വെബ്കാസ്റ്റിംഗിനായി നൽകിയത്. ജില്ലാ കളക്ടർ ജി. പ്രിയങ്ക കൺട്രോൾ റൂമിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് നിയന്ത്രിച്ചു. വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തുന്ന വോട്ടർമാർക്ക് ചൂടിൽ നിന്നും രക്ഷ നേടാൻ ഓരോ ബൂത്തിലും തണ്ണീർ പന്തലുകൾ സജ്ജീകരിച്ചിരുന്നു. കൂടാതെ ഫോൺ സൂക്ഷിക്കുന്നതിനായി ഹരിത പൌച്ചുകളും ഒരുക്കി. വോട്ടർമാർക്ക് മികച്ച അടിസ്ഥാന സൌകര്യങ്ങളും വിശ്രമ സൌകര്യങ്ങളും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഉറപ്പാക്കിയിരുന്നു. വനിതാ ശിശു സൌഹൃദമാക്കുന്നതിന്റെ ഭാഗമായി ബൂത്തുകളിൽ മിനി ക്രഷ് സൌകര്യം, കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങൾ, മുലയൂട്ടുന്ന അമ്മമാർക്കായി പ്രത്യേക മുറികൾ, ഗർഭിണികൾക്കും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും വിശ്രമിക്കാനുള്ള ഇടങ്ങൾ എന്നിവയും ഒരുക്കിയിരുന്നു. ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും ഓരോ വനിതാ ബൂത്തുകൾ വീതം പ്രവർത്തിച്ചിരുന്നു. ഭിന്നശേഷിക്കാരായ പോളിംഗ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന പ്രത്യേക ബൂത്തുകൾ 2 ഇടങ്ങളിലാണ് പ്രവർത്തിച്ചത്. അനധികൃതമായി സ്ഥാപിച്ച 50,184 പ്രചാരണ ബോർഡുകളും സാമഗ്രികളും ആന്റി ഡീഫേസ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തിരുന്നു. പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് സി വിജിൽ ആപ്പിലൂടെ ലഭിച്ച 19,372 പരാതികളും സമയബന്ധിതമായി പരിഹരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ പോളിംഗ് ദിനം വരെ 24 ദിവസം സാമൂഹ്യ മാധ്യമങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ, പത്രമാധ്യമങ്ങൾ എന്നിവ മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നിരീക്ഷണത്തിലായിരുന്നു. ജില്ലയിലെ 14 മണ്ഡലങ്ങൾക്കായി പ്രധാനമായും 3 കേന്ദ്രങ്ങളിലായാണ് സ്ട്രോങ് റൂമുകൾ ഒരുക്കിയിട്ടുള്ളത്. കുസാറ്റ് കളമശ്ശേരി, UC കോളേജ് ആലുവ, MA ആർട്സ് കോളേജ് കോതമംഗലം എന്നിവിടങ്ങളിലാണ് സ്ട്രോങ് റൂമുകൾ. ഓരോ കേന്ദ്രത്തിലും ഓരോ മണ്ഡലങ്ങളുടെയും സ്ട്രോങ് റൂമുകൾ പ്രത്യേകമായാണ് പ്രവർത്തിക്കുന്നത്. കേന്ദ്രസേനയുടെ കനത്ത കാവലിലാണ് ഓരോ സ്ട്രോങ് റൂമുകളും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.